കോട്ടയം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് വോട്ടർമാർ അംഗീകരിക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരെ മത്സരിപ്പിക്കുന്ന SC സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന മുന്നണി ഞങ്ങളാണ്. ഞങ്ങൾ പട്ടിണി പാവങ്ങൾ, സാധാരണക്കാർ, സാധുക്കൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ ഇതിൻ്റെ ഫോർഫ്രണ്ടിൽ വരാൻ ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു സാധ്യത കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പട്ടികയ്ക്കകത്ത് ജനറൽ സീറ്റിൽ പോലും SC കാൻഡിഡേറ്റ്സിനെ നിർത്തി. അങ്ങനെ രണ്ടാണ് ലീഗലായിട്ട് ഉള്ളതെങ്കിലും ഞങ്ങൾ 4 സ്ഥാനാർത്ഥികളെ SC സ്ഥാനാർത്ഥികളെ ഇവിടെ മത്സരിപ്പിക്കുകയാണ്. അതൊരു മുന്നണി ഇപ്പം ഞങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്ന മുന്നണിയുടെ ലിസ്റ്റ് അനുസരിച്ച് അങ്ങനെയൊന്നുമില്ല. ഭരണഘടനാപരമായി 2 പേരെ വെക്കണം, അതിൽ നിന്ന് ആർക്കും പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേക പ്രതിബദ്ധത ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഞങ്ങൾ 4 ആളുകൾ, 2-ന് പകരം 4 ആളുകളെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കുകയാണ്. രണ്ടാം, ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപോലെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ഈ പാനൽ വന്നിരിക്കുന്നത്. SC/ST വിഭാഗത്തിലുള്ളവർക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാമുഖ്യം നൽകി 4 സീറ്റാണ് ഈ വിഭാഗത്തിന് നൽകിയത്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതും UDF ആണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമ വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കും സീറ്റ് നൽകി. നഗരസഭയുടെ പ്രവർത്തനത്തെ സമീപിച്ചവർക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MP, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, UDF കൺവീനർ ഫിൽസൺ മാത്യൂസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.